ഷാരൂഖ് ഖാന്റെ മോളിന്റെ കാറാണത്. ഇന്റർനാഷണൽ ലെവൽ കാറാണ്. എത്ര എമൗണ്ട് ഓഫ് ടോയ്സ് ഉണ്ടാവും? ഇത് 1187 എക്സാക്ട്. കറക്റ്റ് കണക്ക്. കല്യാണം കഴിഞ്ഞത്, കുട്ടികൾ ജനിച്ചത്, ഹണിമൂൺ പോയത് എല്ലാം ഈ കാറിലാണ്. ഇത് 98 വണ്ടി വിറ്റു. 2002 വൈകുന്നേരം തന്നെ ഊണും കഴിഞ്ഞ് പുറത്തിരിക്കുന്ന സമയത്ത് ഒരു വെള്ളക്കാർ വന്ന് നിന്നു. ഒരു 4 പേര് ഷട്ടില്ലാണ്ട് വെളിയിൽ ഇറങ്ങി തള്ളുകയാണ്. അപ്പോൾ ഒരു പണ്ട് കോൺഗ്രസിലെ പറഞ്ഞ് ഞാനും കൈ വെച്ച് നോക്കണം, വണ്ടി നീങ്ങി നോക്കണം, അതേ നമ്പർ. ഈ കാറുകൾ വിൽക്കൂ. ബിസിനസ് ഇതിൽ ഒരു 75% ആൾക്കാർ ബിസിനസ് മോട്ടീവിലാണ് വരുന്നത്. ബിക്കോസ് ഇതിലെന്താ പറഞ്ഞാൽ ഒരു ടാച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ കാറുകൾ എവിടെ കിട്ടാൻ അറിയില്ല. ഇപ്പം ഇൻ ബിറ്റ്വീൻ മീഡിയേറ്റേഴ്സ് നിറയുണ്ട്. അവരെന്ത് ചെയ്യും പറഞ്ഞാൽ നമ്മുടെ നിന്ന് കാറ് വാങ്ങിയിട്ട് അവർ കൊണ്ടുവെക്കും, വലിയ തുകയ്ക്ക് വെക്കും. പക്ഷെ കുഴപ്പമില്ല, അയാളുടെ എന്താ പറയാ മിടുക്ക് അത്ര കാണുന്നുള്ളൂ. അത്ര ഞാൻ കാണും. നമുക്ക് അതിൽക്കൊള്ളൊന്നുമില്ല. ഇല്ല. ഇതേതാണ് കാറ്? ഇത് 1946 ബുയിക്ക് ആണ്. 8 സിലിണ്ടർ പെട്രോൾ ആണ്. 8 സിലിണ്ടർ. 1.5 കിലോമീറ്റർ മൈലേജ്. വളരെ നല്ല വണ്ടിയാണ്. അന്ന് തന്നെ റേഡിയോവും മറ്റേ ക്ലോക്കും ഉള്ള വണ്ടിയാണ്. പണ്ടത്തെ കാലത്തെ ന്യൂസ്. അന്നത്തെ ഒരു ഈ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു രാജാവാണെന്നാണ് പറയാം. അത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ലംബോർഗിനി ഒക്കെ, ഫെറാറി അതുപോലത്തെ വണ്ടിയാണ്. അന്ന് ലക്ഷറി. അന്ന് തന്നെ ഹാൻഡ് റെസ്റ്റ്, ക്ലോക്ക്, റേഡിയോ. 46 സംഭവം പറയണത് അന്ന് തന്നെ ഇതിലുണ്ട്. 46 റേഡിയോയും ക്ലോക്കൊക്കെ ഉള്ള ഒരു ഗംഭീര കാറാണിത്, ന്യൂജൻ കാർ. അതെ, പക്ഷെ നമ്മളിപ്പോ വർക്ക് ചെയ്തതിന്റെ കുറെ സ്പേസ് എനിക്ക് മിസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഡീസലായിരുന്നു. ഞാനിപ്പോ പെട്രോൾ എഞ്ചിൻ വാങ്ങിയതിപ്പോ ബുക്കെല്ലാം RT ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ആയിക്കൊണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാനിപ്പോ ഈ വണ്ടികളെല്ലാം നിങ്ങൾക്ക് അറിയണ്ടാവില്ല, പക്ഷെ ഈ വണ്ടികളെല്ലാം ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. തീർച്ചയായിട്ടും. അതെന്താണ്? ബാക്കിയുള്ള കാറുകൾ തൊടുന്ന പോലെ അല്ലല്ലോ. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ 22 kg മെറ്റൽ, ഇത് 16 kg മെറ്റലാണ്. അപ്പോൾ ഭയങ്കര സ്ട്രെങ്ത് പോകും. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് കുറച്ച് താഴ്ന്ന താഴ്ന്ന വണ്ടിയാണ്. ഈ പണ്ടത്തെ കാലത്ത് ഇതിന്റെ ബോണറ്റ് തന്നെ ഉണ്ടല്ലോ, കുറച്ച് ദൂരം ഒരാൾക്ക് കിടക്കാം. അതെന്താണ് ഇങ്ങനെ? അത് 8 സിലിണ്ടറിന്റെ സ്പേസ് വേണമല്ലോ. പിന്നെ അമേരിക്കൻ കാർസ് ഞാൻ പറഞ്ഞ പ്രകാരം അന്ന് എയർ ബാഗ്സ് ഇല്ല, എയർ ബെൽറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല.